ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദ്. ഹാഫിളീങ്ങൾക്ക് പ്രധാനപ്പെട്ട മുത്തശാബിഹാത്തിൻ്റെ നിയമങ്ങൾ രണ്ട് ഭാഗം കഴിഞ്ഞു. മൂന്നാമത്തെ ഖായിദയാണ് പറയുന്നത് ഖായിദത്തുൽ വാവി ഖബലൽ ഫാഇ. ആദ്യം വാവ് വന്നിട്ടുണ്ടാകും, പിന്നെയാണ് ഫാ വരിക. അങ്ങനെയുള്ള ഒരു കൂട്ടം മുത്തശാബിഹായ ആയത്തുകൾ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. വാവും ഫാവും നമുക്കറിയാം ആത്തിഫിൻ്റെ അക്ഷരാണ്, അറബി പഠിച്ചവർക്കറിയാം. അപ്പോൾ ഒരായത്തിൽ വാവ് വന്നാൽ പിന്നെ അതേപോലത്തെ മുത്തശാബിഹിൽ ഫാ ആയിരിക്കും വന്നുണ്ടാകുക. അപ്പോൾ ഇതിൻ്റെ ഓർഡർ പൊതുവിലുള്ളതാണ് പറയുന്നത്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിപ്പോകാൻ ചില ഭാഗങ്ങളിലുണ്ട്, അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ പൊതുവിൽ ഒരുപാട് ആയത്തുകളെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് ആദ്യം വാവായിരിക്കും വന്നിട്ടുണ്ടാകുക, പിന്നെയാണ് ഫാവ് വരിക. അതിനുള്ള ഒരു ഉദാഹരണമാണ് നമ്മൾ പറയാൻ പോകുന്നത്. വാജിബു അൻജാഅഹും മുൻദിറും മിൻഹും വഖാൽ കാഫിറൂന എന്നുണ്ട്, ഫഖാലൽ കാഫിറൂന എന്നുണ്ട്. അപ്പോൾ നോക്കി നോക്കും, മുത്തശാബിഹായ സ്വാദിലെയും ഖാഫിലെയും ആയത്ത്. സ്വാദ് സൂറത്താണല്ലോ ആദ്യമുള്ളത്, അതിൽ വാവ വന്നിട്ടുള്ളത്. രണ്ടാമത് വന്നിട്ടുള്ളതോ ഖാഫ് സൂറത്താണ്, അതിൽ ഫഖാല ഫ ആണ്. അപ്പോൾ ഓർഡർ, ഈ ഖായിദയുടെ ഓർഡർ ആദ്യം വാവ് വരികയും പിന്നെ ഫാവ് വരികയും ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ തർത്തീബുൽ ഹിജായി പ്രകാരം ഒരു മുത്തശാബിഹിൻ്റെ ആ നിയമം, നമ്മൾ അക്ഷരക്രമം സാഹിറുന്നുണ്ട്, ഷൈഉൻ അജീബ് എന്നുണ്ട്. അക്ഷരക്രമത്തിൽ സാഹിറു എന്നുള്ളിടത്തുള്ള സീനും ഷൈഉൻ എന്നുള്ളിടത്തുള്ള ഷീനും രണ്ടും നോക്കിയാൽ ആദ്യം സാഹിറ വരിക. ഓക്കെ, ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ആ നിയമത്തോടും ഈ ആയത്തിൽ തന്നെ നമുക്ക് യോജിപ്പിക്കാൻ പറ്റും. രണ്ടാമത്തെ ഉദാഹരണം വമാ ഊത്തീത്തും ഫമാ ഊത്തീത്തും. ഖസസിൽ വമാ ഊത്തീത്തും എന്നാണ് വന്നത്, ഷൂറയിൽ ഫമാ ഊത്തീത്തും. ആദ്യം വാവ് വരിക, പിന്നെ ഫാവ് വരിക. ഇത്തരത്തിലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾക്ക് കണ്ടെത്താൻ കഴിയും. ആ ഉദാഹരണങ്ങളെ കൃത്യമായി കണ്ടെത്തി നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വാവും ഫാവും മാറിപ്പോകുന്ന, കൺഫ്യൂഷനാകുന്ന ഒരു അവസ്ഥ നമ്മളിൽ നിന്ന് മുത്തശാബിഹായ ആയത്തുകൾ ഓതുമ്പോൾ കുറയും. അതുപോലെ തന്നെയാണ് ബാ ആദ്യം വരിക, പിന്നെ മീമ് വരിക. ഒരു കൂട്ടം മുത്തശാബിഹായ ആയത്തുകളുണ്ട്. അപ്പോൾ ആ മുത്തശാബിഹായ ആയത്തുകളെ ഈ ഖായിദയിൽ നമ്മൾ ഏകോപിപ്പിക്കുമ്പോൾ ആദ്യം ബാവ് വരിക, പിന്നെ മീമ് വരിക. അത് തർത്തീബുൽ ഹിജായി എന്ന് പറഞ്ഞ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ നിയമവുമായി യോജിക്കും ചെയ്യും. കാരണം ആദ്യം അക്ഷരക്രമത്തിൽ ബാ വരിക, പിന്നെ മീമ് വരുന്നത്. അപ്പോൾ ആ രീതിയിലും ആലോചിക്കാം. അൽ ബാ ഉ ഖബിലൽ മീമി എന്ന ഖായിദയിൽ ഉൾപ്പെടുത്തിയിട്ടും നമ്മൾക്ക് ആലോചിക്കാം. സൂറത്തുൽ ബഖറയിൽ ബഅദല്ലദീ ജാഅക എന്നാണ് വന്നത്. സൂറത്തുൽ ബഖറയിൽ തന്നെ പിന്നീട് വന്ന ആയത്തിൽ മിം ബഅദി മാ ജാഅക, അവിടെ ആദ്യം ബാ വന്നു ബഅദല്ലദി. രണ്ടാമത് വന്നത് മിം ബഅദി മാ ജാഅക, മീമ് കൊണ്ടാണ് വന്നത്. അപ്പോൾ അത് അക്ഷരക്രമത്തിൽ നോക്കിയാൽ ആദ്യം ബാ വരിക. 120 ആയത്തിൽ ബാ കൊണ്ടാണ് വന്നത്. മിം ബഅദി മാ ജാഅക മിം ബഅദി മാ ജാഅക 145 മീം അക്ഷരക്രമത്തിൽ രണ്ടാമതാണ് വന്നത്. ആയത്തിൻ്റെ ക്രമം നോക്കുമ്പോഴും അക്ഷരത്തിൻ്റെ ക്രമം നോക്കുമ്പോഴും അതേപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് നിയമത്തിലും നമ്മൾക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ആദ്യം ബാവ് വരിക, പിന്നെ മീമ് വരിക. രണ്ടാമത്തെ ഒരു ഉദാഹരണം സൂറത്തുൽ ബഖറയിൽ നിന്ന് തന്നെ നമ്മൾക്ക് എടുക്കാം. ആദ്യം ബാവ് വരിക, പിന്നെ മീമ് വരിക എന്നാണല്ലോ. ഫീമ ഫഅൽന ഫി അൻഫുസിഹിന്ന ബിൽ മഅറൂഫ് 234 ആയത്ത് ബിൽ മഅറൂഫ്. അപ്പോൾ ബിൽ മഅറൂഫ് എന്ന് ബാ കൊണ്ടാണ് വന്നത്. ആദ്യത്തെ സൂറത്തുൽ ബഖറയിലെ 234 ആയത്ത് ബി എന്ന് ബാ കൊണ്ടാണ് വന്നിട്ടുള്ളത്. അക്ഷരക്രമത്തിലും ബാ ആദ്യമാണ്. 240 ആയത്തിലോ മിം മഅറൂഫ് എന്നാണ് വന്നത്. അപ്പോൾ ആദ്യം ബിൽ മഅറൂഫ് ബാ കൊണ്ട്, പിന്നെ മിം മഅറൂഫ് മീമ് കൊണ്ടുവരിക. അൽ ബാഉ
ഖബ്ലൽ മീമി. ഈ ഖായിദയിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരുപാട് ആയത്തുകൾ നമ്മൾക്ക് കാണാൻ കഴിയും. ഈ നിയമത്തിൽ നിന്ന് തെറ്റിയിട്ടും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ആ രീതിയിൽ ആലോചിച്ച് നമ്മളെ കൺഫ്യൂഷനെ തീർക്കണം. പൊതുവിലുള്ള ഒരു നിയമത്തിൻ്റെ വ്യവസ്ഥയിൽ പെടുത്തിയിട്ട് ഒരുപാട് ആയത്തുകളെ നമ്മൾ ഓർത്തു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തെറ്റിപ്പോകാതെ കൃത്യതപ്പെടുത്താൻ കഴിയും എന്നാണ് ഈ ഗ്രന്ഥകാരൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ആ ഉദാഹരണങ്ങൾ മുഴുവൻ ഇവിടെ പറയാൻ സമയമല്ല. എന്നിരുന്നാലും നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും പഠിക്കുകയും അതോടൊപ്പം കൃത്യമായി ഓർത്തു വെക്കുകയും ചെയ്യുക. ഉപകാരപ്രദമായെങ്കിൽ പ്രാർത്ഥിക്കുക, മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യുക. നല്ല രീതിയിൽ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ.